അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം ഉയർമേടയിലാണ്. അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാൻസ് ആണ്. അപ്പൊ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈസ്റ്റർ എന്ന് വെച്ചാൽ ഈസ്റ്റർ അതിന് മുമ്പ് വിഷുവിന് നമ്മൾ 3 റോസ കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു 320 രൂപയുടെ. അപ്പൊ അതിന്റെ പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഏകദേശം നടക്കുന്നത്. അപ്പൊ പ്ലാൻസ് തീർന്ന ഉടനെ തന്നെ കസ്റ്റമർ വീണ്ടും നമ്മുടെ അടുത്ത് നീട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ ഏതാണ്ട് ഒരു 5-6 ദിവസത്തെ ഓഫറോടെ വീണ്ടും നീട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഓഫർ ഇട്ട പ്ലാൻസ് ആണ് നമ്മുടെ ഈ രണ്ട് പ്ലാൻസ്, മഞ്ഞയും അതുപോലെ തന്നെ ഈ ഒരു പ്ലാൻസ് നമ്മൾ കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു 220 രൂപയ്ക്ക്. അപ്പൊ അത് പറയാൻ വേണ്ടിയല്ല വന്നത്. അപ്പൊ അത് ഒരുപാട് കസ്റ്റമർ ഓർഡറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാ വട്ടവും പറയുന്ന പോലെ തന്നെ ഒരു തുള്ളി മണ്ണ് പോലും കളയാതാണ് നമ്മൾ കസ്റ്റമറിന് പാക്ക് ചെയ്ത് വിടുന്നത്. അത് എല്ലാ വട്ടവും നമ്മൾ പറയുന്നതാണ്. നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് അറിയാം, പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയാണ്. അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോസ വരുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും റോസ വരുന്നത്. ഇതേ രീതിയിൽ മുട്ടോടുകൂടി പൂക്കളോടുകൂടി ആയിരിക്കും റോസ പിന്നെ വരുന്നത്. അപ്പൊ അതിന് തൊട്ട് മുമ്പ് ഇതുപോലെ കംപ്ലൈന്റ് ആയ റോസപ്പൂക്കൾ നമ്മൾ കട്ട് ചെയ്ത് കളയും. ഇതുപോലെ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് പ്ലാൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും. ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ കസ്റ്റമറിന് പ്ലാൻസ് അയക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് ഇതേ രീതിയിലായിരിക്കും പ്ലാൻസ് കൈ കിട്ടുന്നത്. മുട്ടോടുകൂടിയും പൂക്കളോടുകൂടിയും തന്നെ ആയിരിക്കും നമ്മൾ കസ്റ്റമറിന് പ്ലാന്റ് കൊടുക്കുന്നത്. അപ്പം അവിടെ വരുമ്പോഴത്തേന് പൂക്കൾ കട്ട് ചെയ്തെന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ടതുകൊണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ഇന്ന പ്ലാന്റാന്ന് അറിയാനുള്ള പൂ നിർത്തിയിട്ട് ബാക്കിയുള്ള പൂക്കൾ കൊണ്ട് ഇതേപോലെ പൂക്കൾ കഴിഞ്ഞ പ്ലാന്റ്സ് നമ്മൾ കൊണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് വിടുന്നത്. ഇതേ രീതിയിൽ. അപ്പം അവിടെ പ്ലാന്റ്സ് നിങ്ങൾക്ക് കസ്റ്റമറിന്റെ കൈ കിട്ടുമ്പോൾ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ്സ് കിട്ടുകയും ചെയ്യും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം 2 പൂ നമ്മൾ നിർത്തിയിട്ടുണ്ട്. കസ്റ്റമറിന് ഇന്ന കളർ പ്ലാന്റ്സ് ആണെന്ന് അറിയാൻ വേണ്ടി ബാക്കി പൂക്കൾ നമ്മൾ കട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഇതേ രീതിയാണ് നമ്മൾ കസ്റ്റമറിന് പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പൊ കസ്റ്റമർ കൈ കിട്ടുമ്പോഴേക്കും അയ്യോ ഇതാരാ ഒടിഞ്ഞു പോയതാണെന്ന് അങ്ങനെയൊന്നുമല്ല, നമ്മൾ കട്ട് ചെയ്താണ്. കാരണം വെച്ചാൽ എല്ലാ പ്ലാന്റ്സും നമ്മൾ അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് പ്ലാന്റ്സ് വരുന്നത്. ഇന്ന പ്ലാന്റ്സ് ആണെന്ന് അറിയാൻ വേണ്ടി ഇതേപോലെ നമ്മൾ 1-2 പൂക്കൾ അതിൽ നിർത്തിയിരിക്കും. അപ്പം ഒരുപാട് ഓർഡറുകൾ വന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ വിഷുവിന് നല്ല ഇടിവെട്ട് ഓഫർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ നമുക്ക് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും തന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഇത്ര ഓർഡർ വരും നമ്മൾ പ്രതീക്ഷയില്ല. കാരണം നമുക്ക് ലാസ്റ്റ് പ്ലാൻസ് തികയാതായി. എന്നിട്ട് നമ്മൾ രണ്ടാമത് ഓഫർ ഇട്ട പ്ലാൻസ് ആണ് ഈ ഒരു പ്ലാൻസും ഈ ഒരു പ്ലാൻസും, 2 പ്ലാൻസും കോംബോ ഉണ്ട്. ഈ കോംബോ നമ്മൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ പാക്കിങ്ങിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുണ്ട്, നല്ല സൂപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കസ്റ്റമറിന് പാക്ക് ചെയ്ത് വിടുന്നത് കൂടെ. അപ്പോൾ ചെറിയ റോസ വേണ്ടവർക്ക് ചെറിയ റോസയും വലിയ റോസ വേണ്ടവർക്ക് വലിയ റോസയുടെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം, ചെറിയ റോസയും വലിയ റോസയും. അപ്പോൾ ഇതാണ് ചെറിയ പ്ലാൻസ്. നമ്മൾ റേറ്റ് ഓഫർ ഇട്ട പ്ലാൻസ് ഇടും. അതുപോലെ തന്നെ വലിയ റോസ നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ ഞാൻ വലിയ റോസയുടെ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇട്ട് തരാം.